മധ്യപൂർവേഷ്യയിൽ സംഘർഷം കനക്കുന്നതിനിടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടുന്നത് പരിഗണിക്കുന്നു ഇന്ത്യ. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. അതിനിടെ ഇറാനിലെ സൈനിക നടപടിയെ കേന്ദ്രം അപലപിച്ചില്ലെന്ന സോണിയാഗാന്ധിയുടെ വിമർശനത്തിനെതിരെ BJP രംഗത്ത് വന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നിലച്ച പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം. വിഷയം ചർച്ച ചെയ്യാൻ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണ കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. ഇക്കാര്യത്തിൽ അമേരിക്കയുമായി ആശയവിനിമയം നടത്തണമെന്ന യോഗത്തിൽ നിർദ്ദേശമുയർന്നു. 2 ആഴ്ചത്തേക്കുള്ള എണ്ണ സ്റ്റോക്ക് ഉണ്ടെന്നും യോഗം വിലയിരുത്തി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. 1 നാവികന് പരിക്കേറ്റു. വിദേശ ഷിപ്പുകളിൽ സേവനമനുഷ്ഠിച്ചവരായിരുന്നു. ക്രൂ അംഗങ്ങൾ സുരക്ഷിതരാണെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ ഇറാനിലെ സൈനിക നടപടിയെയും ആയത്തുള്ള ഖമനിയുടെ കൊലപാതകത്തിലും അപലപിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സോണിയാഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. കേന്ദ്രം പാലിക്കുന്ന നിശബ്ദത നിഷ്പക്ഷതയുടേതല്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. വിദേശ നയത്തിന്റെ വിശ്വാസ്യതയിൽ സംശയമുയർത്തുന്നതാണ് കേന്ദ്ര നിലപാടെന്ന് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.